കട്ടുപ്പാറ വെച്ചു, പല സ്ഥലത്ത് വെച്ചും കാണിച്ചു മുജാഹിദിന്റെ തട്ടിപ്പ്. പലിശ വാങ്ങുന്നു, സക്കാത്ത് പിരിച്ചിട്ട് അവർ കൈവശം വെച്ച് പലിശക്ക് ബാങ്കിൽ കൊണ്ടുപോയിടുന്നു. സക്കാത്തിന്റെ പൈസ കൊണ്ട് പ്രസ്സിൽ പ്രിന്റിംഗ് ചാർജ് കൊടുക്കുന്നു, അതുപോലെ കേന്ദ്രവിഹിതം എടുക്കുന്നു, മറ്റുള്ള മൗലവിമാരെ വീടുകൾക്ക് വയറിംഗ് ചെയ്യുന്നു. ഇങ്ങനെ പല പരിപാടിയും നടത്തുകയാണ് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ വെച്ച് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി. അതൊന്ന് ആദ്യങ്ങളും കേട്ടോളി. ഞാൻ കട്ടുപ്പാറ കാണിച്ച ക്ലിപ്പ് അതിന് മൗലവി നാദാപുരത്ത് വന്നിട്ട് അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എടുത്ത അദ്ദേഹത്തിന്റെ കബളിപ്പിക്കലും വെട്ടിപ്പും അതിനുശേഷം ഞാൻ പറയും എന്ന് വെച്ചോട്ടവനെ. കട്ടുപ്പാറ ഇത് കണ്ടോ നിങ്ങൾ, മുജാഹിദ് കൊല്ലമിറക്കിയതാണിത്. KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ, മസ്ജിദുൽ മുജാഹിദീൻ കാരപ്പറമ്പ്. നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോന്ന ഈ പേര് ഇതിലെന്താ പറയുന്നത് ശരിക്കും കേട്ടോളി. അതിന്റെ 16-ാം പേജ് ഒരു കണക്കാണ്. മുജാഹിദുകൾ ആൾക്കാരോട് സക്കാത്ത് പിരിച്ചു വാങ്ങിയിട്ട്, മുജാഹിദിന്റെ പണക്കാരോട് സക്കാത്ത് വാങ്ങിയിട്ട് മൗലവിമാര് അതിന്റെ കണക്ക് പ്രസിദ്ധീകരിച്ചതാണ്. അതിന്റെ കണക്കൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. മുൻ വർഷത്തെ ബാക്കി 41,104.60. കഴിഞ്ഞ കൊല്ലം കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാണ്ട് അവിടെ വെച്ചിട്ടേ കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് ബാക്കി ഉണ്ടല്ലോ, ആൾക്കാരോട് പിരിച്ചെടുത്തിട്ട് കൊടുക്കാണ്ട് സൂക്ഷിച്ചിരിക്കുകയാണ് മൗലവിമാർ. ഇതിന് ബാങ്കിൽ കൊണ്ടിട്ട് പലിശ വാങ്ങാനേ. അതാണ് മുൻ വർഷത്തെ ബാക്കി 41,104.60. മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 2,65,522. ഇനി അടുത്ത വരവ് കേട്ടോളി. സക്കാത്ത് ഫണ്ടിലേക്ക് അടുത്ത വരവ് ബാങ്ക് പലിശ 939. എങ്ങനെയാ മുജാഹിദ് വന്നത്? ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കുക. നിങ്ങൾ ഇമാമിങ്ങളെ തള്ളുക, മുൻഗാമികളെ തള്ളുക. ഓ മൗലവിമാരേ, അല്ലാഹുൽ ബൈഅ വഹറമ റിബാ, അല്ലാഹു തആല ഹറാമാക്കി, പലിശ ഹറാമാക്കി എന്ന് ഒരു സംശയത്തിനും ഇടമില്ലാതെ ഖുർആൻ പറഞ്ഞിട്ട് നിങ്ങളെ കമ്മിറ്റിയിൽ സക്കാത്ത് പിരിച്ചെടുത്തിട്ട്, സാധാരണക്കാരെ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് പലിശ വാങ്ങുന്നതിന്റെ കണക്ക് പരസ്യമായി നിങ്ങൾ പ്രസിദ്ധീകരിച്ചതില്ലേ ഇത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഇത് വരവിന്റെ കണക്കാണ്, ചെലവിന്റെ കണക്ക് കേൾക്കണോ? മുജാഹിദ് സക്കാത്ത് ചെലവാക്കുന്നത് എങ്ങനെ? അവിടെ ഞാനൊരു കാര്യം പറയാം. ആദ്യം ഇതിന്റെ 14-ാം പേജ് ഒന്ന് വായിക്കാം. അതിനെന്താണുള്ളത്? സക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത്? 14-ാം പേജ് വെക്കട്ടവനെ. സക്കാത്ത് മുതലുകൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും. ഇനി അടുത്ത് കേട്ടോളെ. ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും. അതാരാ? മൗലവിമാരെന്നെ. അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും. പിന്നെ ബ്രാക്കറ്റിൽ ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും, അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലും വഴി പോക്കനും മാത്രമാണ്. ഇവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ആയത്ത്. എന്നാ ആയത്തനുസരിച്ച് ജീവിക്കുന്ന കണ്ടോളെ നിങ്ങൾ. കണക്ക് വെക്കുവാനെ. സക്കാത്തിന്റെ കണക്ക് വരട്ടെ. എന്താ കണക്ക് കേട്ടോളി. ചെലവ് പ്രിന്റിംഗ് ചാർജ് 520. അത് ഈ ആയത്തിലുണ്ടോ നോക്കിയട്ടെ. നേരത്തെ പറഞ്ഞ ആയത്തിൽ പ്രിന്റിംഗ് പ്രസ് ഉണ്ടോ നോക്കിയേ. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ പ്രിന്റിംഗ്. ഇങ്ങനെ പ്രിന്റിംഗ് ചാർജ് കൊടുക്കാൻ കൂടുതലുണ്ടോ? പ്രിന്റിംഗ് ചാർജ് 520. കടം വീട്ടാൻ സഹായം 4,500. മരുന്ന് ഓപ്പറേഷൻ തുടങ്ങിയവ ആർക്ക്? സുഖമില്ലാത്തവർക്കെന്നെ. പിന്നെ വീട് നിർമ്മാണ റിപ്പയർ, തൊഴിൽ സഹായം, കുടുംബ പെൻഷൻ, വീട് വൈദ്യുതീകരിക്കുന്നതിന് ഏത് മൗലവിന്റെ വീടാ പഠിച്ചവനെ, പഠനത്തിനും സഹായം. കളവ് അറിയാൻ സഹായം ഉണ്ടോ? സാമ്പത്തിക സഹായം നൽകിയത് വേറെ. ഇതുവരെ ഉള്ളതിന് എന്ത് സഹായനു? സാമ്പത്തിക സഹായത്തിന് വേറൊരു കണക്ക്. ഇതുവരെ ഉള്ളതിന് എന്തേനു? ഉരുട്ടക്കട്ടെ. മാസത്തിലരിയും മറ്റും സഹായം നൽകിയത്. പിന്നെ കേന്ദ്രവിഹിതം. പിന്നെ കഴിച്ചു ബാക്കി. ആരാനോട് സക്കാത്ത് പിരിച്ചെടുത്തിട്ടേ പിന്നെ കഴിച്ചു ബാക്കി. നിങ്ങൾ എന്ത് കഴിച്ചിട്ട് ബാക്കി? മൗലവിമാരൊക്കെ കഴിച്ചിട്ട് ബാക്കിയോ? ഇത് ഞാൻ മുസ്ലിം ഉമ്മത്തിനെ മൗലവിമാര് വഞ്ചിക്കുന്ന വഞ്ചന തെളിവ് സഹിതം അവര് പ്രസിദ്ധീകരിച്ച പുസ്തകമെടുത്ത് ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കണക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്.
ഞാനൊന്ന് ഇവിടെ വായിക്കട്ടെ, കേട്ടോളൂ. വരവ് ചെലവ് കണക്ക് ഇശാഅത്തുൽ ഇസ്ലാം സക്കാത്ത് കമ്മിറ്റി ആലത്തൂര്. സക്കാത്ത് 1,98,22. കാർഷിക വിളകളുടെ സക്കാത്ത് 3,385. ഫിത്ർ സക്കാത്ത് 1,14,069. അങ്ങനെടോ ഫിത്ർ സക്കാത്ത് അരിയോ ഗോതമ്പോ മറ്റോ അല്ലേ കൊടുക്കണ്ടേ? അങ്ങനെ 1,00,000 അരി. പിന്നെയോ പിന്നെ ഏതാ കാണുന്ന ഉളുഹിയത്ത് സക്കാത്താ. ഉളുഹിയത്ത് 1,22,600. പിന്നെന്താ അറിയോ? എല്ല് വിറ്റത് സക്കാത്തിന്റെ ഫണ്ടിലേക്ക്, സക്കാത്ത് കമ്മിലേക്ക് എല്ല് വിറ്റത്. പിന്നെ തോല് വിറ്റത്. സുബ്ഹാനല്ലാഹ്, ഉളുഹിയത്തിന്റെ മാംസത്തിന്റെ തോല് വിൽക്കാമോ? എന്തൊക്കെയാ ചെയ്യുന്നത്? ഉളുഹിയത്ത് അറുത്തവന്റെ ഉളുഹിയത്തും നഷ്ടപ്പെടുത്തിയില്ലേ? ആഖിറത്തിൽ ചെന്ന് നോക്കിയാ എല്ലും തോലുമല്ലാതെ ബാക്കിയുണ്ടാകുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. പിന്നെ എന്റെ ചെലവിന്റെ കണക്ക് കേൾക്കണോ നിങ്ങൾക്ക്? മുൻവർഷം സക്കാത്ത് അധിക ചെലവ്, മുൻവർഷം ഉളുഹിയത്ത് അധിക ചെലവ്. 1076, 4,556. 29 പേർക്ക് ചികിത്സാ സഹായം, 5 വനിതകൾക്ക് തയ്യൽ മെഷീൻ, 4 പേർക്ക് ആട്, 2 പേർക്ക് കച്ചവടത്തിന്, 8 പേർക്ക് കക്കൂസ് നിർമ്മാണം, 4 പേർക്ക് വീട് റിപ്പയർ ചെയ്യാൻ, 4 പേർക്ക് കടം വീട്ടാൻ, നിർധനർക്ക് വീട് തറ, വാനൂർ ദയാപുരം. മദ്രസക്ക് ധനസഹായം. മദ്രസക്ക് കൊടുക്കാൻ പറ്റുമോ സക്കാത്തിന്റെ പൈസ എടുത്തിട്ട്? പിന്നെയോ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം വെറുതെ കൊടുക്കാനേ, അതാണ്. പിന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഫിത്ർ സക്കാത്ത് ബിരിയാണി അരി. പിന്നെ ഉളുഹിയത്ത് 20 ഉരുക്കളുടെ വില, അറവ് കൂലി, വാഹന വാടക, മറ്റിനം, ചികിത്സാ സഹായം, നീക്കിയിരിപ്പ്, ബാക്കി കയ്യിരിപ്പ് കണക. നിങ്ങളൊന്ന് ആലോചിച്ചു, സക്കാത്തും ഇതും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ മുസ്ലിം സഹോദരന്മാരെ, സക്കാത്തിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആലോചിച്ചോളണം. അതാ ഖുത്ബയുടെ ഭാഷ മാറ്റിയിട്ട് ജുമുഅ ബാത്തിലാക്കി. നോമ്പിന്റെ സമയം സുബ്ഹി ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്താലും വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് നോമ്പ് ബാത്തിലാക്കി. നിസ്കാരത്തിന് നിയ്യത്ത് വേണ്ട എന്ന് പറഞ്ഞ് നിയ്യത്ത് ബാത്തിലാക്കി. വുളൂടെ എടുത്താൽ മുറിയുന്ന പരിപാടി തന്നെ പലതും ക്യാൻസലാക്കി. വുളുവിന്റെ കാര്യവും കച്ചറയാക്കി. 3 തലാക്ക് ചൊല്ലിയാൽ ഒന്നാണെന്ന് പറഞ്ഞിട്ട് വ്യഭിചാരത്തിനും പെർമിറ്റ് കൊടുത്ത്. ഇപ്പോൾ ധനികന്മാരുടെ സക്കാത്തിന്റെ ഭാഗങ്ങൾ മൗലൈമാര് പിരിച്ചെടുത്തിട്ട് അവരെയുന്ന തോന്നിവാസമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇമാമിങ്ങളുടെ കിതാബ് അനുസരിച്ച് ജീവിച്ച് ഇമാമിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, നബിയും സഹാബത്തും അവരുടെ മാർഗത്തിൽ ജീവിക്കണമെന്ന് മനസ്സിലാക്കുന്ന മുസ്ലിമേ, നീ കമ്മിറ്റിയുടെ പിന്നാലെ പോയിട്ട് നിന്റെ സക്കാത്ത് നശിപ്പിക്കല്ല. ഒരു കമ്മിറ്റിയെയും സക്കാത്ത് കൊടുത്തിട്ട് ആഖിറത്തിൽ വെച്ച് കൈകടിക്കണ്ട.